നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. 16 CCTV ക്യാമറകൾ, സെൻസർ സംവിധാനമുള്ള ഗേറ്റ്, പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത വിധം ഉയരത്തിൽ ചുറ്റുമതിൽ, കാവലിനായി നായ, പുറത്തുള്ളവരുടെ മുഖം തിരിച്ചറിയാനുള്ള സംവിധാനം, ഇതെല്ലാം അറിയുന്ന പ്രതി വ്യക്തമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകങ്ങൾ. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ ആസാം സ്വദേശിയായ പ്രതിയെ കൊല നടന്ന് 24 മണിക്കൂറിനുള്ളിൽ പിടികൂടി പോലീസ്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അമിത് ഒറാങ് പിടിയിൽ. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇയാളുടെ പക്കൽ 10ഓളം മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ മാറ്റിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കൊലയ്ക്ക് ശേഷം വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും ഫോൺ പ്രതി മോഷ്ടിച്ചിരുന്നു. ഇതിൽ ഒരു ഫോൺ ഓണായിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കൊലപാതകം നടത്തി 24 മണിക്കൂറിനുള്ളിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരാണ് വീടിനുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. 2017 ജൂണിൽ കോട്ടയം തെള്ളകത്ത് റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ട യുവ വ്യവസായി ഗൗതം വിജയകുമാറിൻ്റെ മാതാപിതാക്കളാണ് ഇരുവരും. ഈ കേസിൽ CBI അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കേൾവി പരിമിതിയുള്ള തോട്ടക്കാരൻ ബോൺരാജ് ഔട്ട് ഹൗസിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല. തിങ്കളാഴ്ച രാത്രി 12:30-നും 1-നും ഇടയിലാണ് കൊല നടന്നതെന്ന് കരുതുന്നു. മൃതദേഹങ്ങൾ 2 മുറികളിലായിരുന്നു. കോടാലി കൊണ്ട് തലക്കടിച്ച ശേഷം തലയണ കൊണ്ട് മുഖമമർത്തി മരണം ഉറപ്പാക്കിയെന്നാണ് കരുതുന്നത്. മരണപ്പെട്ട ദമ്പതികളുടെ മകൾ ഗായത്രി US-ലാണ്. 6 മാസം മുൻപായിരുന്നു ഗായത്രിയുടെ വിവാഹം. കൊലപാതകം ലക്ഷ്യമിട്ട് കോട്ടയത്തെത്തിയ പ്രതി തിരുവാതുക്കലിന് സമീപത്ത് ലോഡ്ജിലാണ് താമസിച്ചിരുന്നത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങളും ലോഡ്ജിൽ നിന്ന് ലഭിച്ചു. ഇവരുടെ വീട്ടിൽ ജോലിക്കാരനായി നിന്നിരുന്ന ഇയാൾ ഇവിടെ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് ജയിലിലായിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇയാൾ വീണ്ടും ഇവിടെ എത്തി ബഹളം വെക്കുകയും മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിരലടയാളമാണ് കൊലക്കേസിൽ നിർണായകമായത്. അതേസമയം പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 3 ആസാം സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു.